സ്വാമിയേ ശരണമയ്യപ്പ. പന്തളം കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ് ഞാൻ. ഇതാണ് മണികണ്ഠൻ ആൾത്തറ. മഹർഷീനുഗ്രഹം കഴിഞ്ഞ് അയ്യപ്പസ്വാമി വന്ന് വിശ്രമിച്ച സ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് പിന്നീട് മണികണ്ഠൻ ആൾത്തറയായി അറിയപ്പെടാൻ തുടങ്ങി. ഇനി നമുക്ക് നേരെ കൊച്ചുകോയിക്കൽ കൊട്ടാരത്തിലേക്ക് പോവാം. അവിടുത്തെ വിശേഷങ്ങൾ അവിടുത്തെ ശോഭത്തമ്പുരാട്ടി തന്നെ നമുക്ക് പറഞ്ഞു തരും. ശോഭത്തമ്പുരാട്ടിക്കാണ് കൊച്ചുകോയിക്കൽ കൊട്ടാരത്തിൻ്റെ അകത്തെ കാര്യങ്ങളുടെ മൊത്ത ചുമതല. സ്വാമിയേ ശരണമയ്യപ്പ. ഇതാണ് ശോഭത്തമ്പുരാട്ടി. ഇത് പന്തളം കൊട്ടാരത്തിലെ തേവാരപ്പുരയാണ്, കൊച്ചുകോയിക്കൽ തേവാരപ്പുര. ഇത് ഏതാണ്ട് പഴയ കാലം മുതൽ തന്നെ ഇവിടെ വെച്ച് ആരാധിച്ചിരുന്ന ഒരു ഇതാണ്. 28 ഈശ്വര സങ്കല്പമാണ് ഇവിടെയുള്ളത്. സാളഗ്രാമങ്ങൾ, വിഷ്ണു സാളഗ്രാമങ്ങൾ, ശിവസാഗ്രാമങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ പഴയ കാലത്തെ ഗ്രന്ഥങ്ങളുണ്ട്. ഗ്രന്ഥപുരയായിട്ട് തന്നെ ഇത് എല്ലാ ആൾക്കാരും വന്ന് അയ്യപ്പന്മാർ വന്ന് തൊഴുകയും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ നിത്യപൂജയുണ്ട്. ഡെയിലി പൂജയും അതിൻ്റെ അഭിഷേകമൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ഒരു അമ്പലം പോലെ തന്നെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇത് കൊട്ടാരത്തിലെ കൊച്ചുകോയിക്കലും വലിയ കോയിക്കലും ഉണ്ട്. അതിനകത്ത് കൊച്ചുകോയിക്കലിൻ്റെ ആണ് ഇത് ഉള്ളത്. വലിയ കോയിക്കലിൻ്റെ വേറെ ഒരു തേവാരപ്പുരയുണ്ട്. അവിടെ ഞങ്ങളുടെ മധുരമീനാക്ഷിയാണ്, പരദേവതയാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ പാരമ്പര്യമായിട്ട് തന്നെ പന്തളത്ത് തമ്പുരാട്ടിമാരാണ് ഇവിടെ ഭസ്മം കൊടുക്കാനും കാര്യങ്ങളും ഇരിക്കുന്നത് കൂടുതലായിട്ട്. പിന്നെ ഈ വീടിന് തന്നെ കുറേ വർഷങ്ങൾ, ഒരു 10,000-ഓളം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഈ അയ്യപ്പസ്വാമിയുടെ ഈ ക്ഷേത്രം ഇരിക്കുന്നത് അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. അയ്യപ്പസ്വാമിയുടെ നിത്യപൂജകൾക്ക് വേണ്ടി പന്തളം കൊട്ടാരം പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ഈ പന്തളത്തെ അയ്യപ്പ ക്ഷേത്രം. ഇവിടെയാണ് തിരുവാഭരണം സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കുംഭമാസത്തിലെ ഉത്രം നാൾ, അന്നേ ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. അതുപോലെ തന്നെ അയ്യപ്പ ഭക്തർക്ക് കുംഭമാസത്തിലെ ഉത്രം നാളിൽ ഇവിടെ വരാമെങ്കിൽ അയ്യപ്പസ്വാമി ഇവിടുത്തെ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തും. ഇവിടെ അല്ലാതെ പിന്നെ തിരുവാഭരണം ചാർത്തുന്ന ശബരിമല കഴിഞ്ഞാൽ പിന്നെ തിരുവാഭരണം ചാർത്തുന്ന ഒരു ക്ഷേത്രം പെരുന്നാടാണ്. പെരുന്നാട് ക്ഷേത്രത്തിലെ വിഗ്രഹവും ശബരിമലയിലെ വിഗ്രഹവും 99% ഒരുപോലത്തെയാണ്. ശബരിമലയിലെ തിരുവാഭരണം ചാർത്തി മഹോത്സവം എല്ലാം കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോഴാണ് പെരുന്നാട്ടിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തുന്നത്. അത് തിരുവാഭരണം ചാർത്ത ഉത്സവത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ ആ ക്ഷേത്രത്തിലും വരാനൊക്കെയുള്ള വഴികളും ക്ഷേത്രം എവിടെയാണെന്നും എല്ലാം ഉള്ളത് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം, ക്ഷേത്രം കാണിച്ചുകൊണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ. ഈ സൈഡിലാണ് തിരുവാഭരണം സൂക്ഷിച്ചേക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ഫോട്ടോഗ്രാഫിയോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. പിന്നെ ഭക്തർക്ക് അതിൻ്റെ അകത്ത് കയറി ഗ്രില്ലിട്ടേക്കുക. തിരുവാഭരണം പെട്ടി അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അത് കണ്ട് തിരുവാഭരണ ചാർത്ത് തൊഴാം. ഇതാണ് തിരുവാഭരണം ഇരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് വീഡിയോഗ്രാഫിയോ ഒന്നും പറ്റത്തില്ല. അത് കണ്ട് തൊഴാം. ഈ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡ് ഈ കാണുന്ന എല്ലാം അയ്യപ്പസ്വാമിയുടെ ബന്ധുക്കാർ എന്ന് തന്നെ പറയാം. എല്ലാം ആ ക്ഷേത്രവും അയ്യപ്പസ്വാമിയുടെ കുടുംബക്കാരുടെ വീടുകളുമാണ്. അതല്ല, ഇതാണ് രാജേശ്വര മണ്ഡപം. ഇതൊരു ചെറിയൊരു മ്യൂസിയം പോലെ. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഓരോരോ പടങ്ങളായിട്ടിങ്ങനെ ശില്പം ചെയ്തു വച്ചിട്ടുണ്ട്. അത് കണ്ട് പറയുന്നതും
നടന്നതുമായിട്ടെല്ലാം നമ്മളത് മനസ്സിലാക്കി എടുത്തോണം. ഇതൊക്കെ പഴയെന്ന് പറഞ്ഞാൽ കാലങ്ങൾ പഴക്കമുള്ള സാധന സാമഗ്രികളാണ്. പിന്നെ ഗ്രന്ഥങ്ങളുണ്ട്, താളിയോലയിൽ കുറിച്ച ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോയും നിലവിളക്കും ഒക്കെ വെച്ച് ഇവിടെ വെച്ച ആരാധനയൊക്കെ ഉണ്ട്. ഇതെല്ലാം ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശബരിമല ഈ സീസണിൽ വരണം. സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തുറക്കുന്നതിന് ഓരോ സമയക്രമങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ തിരക്കി അറിഞ്ഞ് വേണം വരാൻ. എന്നാൽ ഇപ്പോൾ അയ്യപ്പസ്വാമിമാരുടെ എല്ലാം അമിതമായ വരവ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണ്. സ്വാമിയേ ശരണമയ്യപ്പ. തിരുവാഭരണം അവിടുന്ന് എടുത്ത് വേണ്ടേ ഈ കാണുന്ന വഴിയെയാണ് പോകുന്നത്. അപ്പുറത്തൊരു ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ അപ്പുറത്താണ് പന്തളം കൊട്ടാരം, അതായത് കൊച്ചുകോയിക്ക കൊട്ടാരവും വലിയ കോയിക്ക കൊട്ടാരവും, അങ്ങനെ രണ്ടാണ്. എല്ലാം ഒരു കുടുംബക്കാർ തന്നെ. നമ്മൾ ചേട്ടനും അനിയനും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം. ഈ അച്ചൻകോവിലാറിന് കുറുകെ ഈ തൂക്കുപാലത്തെ കൂടെ കയറി വേണം ഇക്കരെ വരാൻ. ഇക്കരെ വന്ന് കയറുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. നിങ്ങൾ വരുമ്പം വലിയ വാഹനങ്ങൾ, അതായത് ഈ ടൂറിസ്റ്റ് ബസ്സുകളിലും അല്ലെന്നുണ്ടെങ്കിൽ ടവാര അങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി മീഡിയം തൊട്ട് മേപ്പോട്ടുള്ള വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ MC റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ പാർക്കിംഗ് കിട്ടുവാണെങ്കിൽ അവിടെ വാഹനം നിർത്തിയിട്ട് നടന്നു വരുന്നതാണ് നല്ലത്. കാര്യം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊച്ചു വഴിയാണ്, വാഹനം നിർത്തിയിടാനെ കൊണ്ടുള്ള സൗകര്യമൊന്നുമില്ല. ഇതാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഇതും പന്തളം കൊട്ടാരവുമായിട്ടും അയ്യപ്പസ്വാമിയുമായിട്ടും അടുത്ത ബന്ധമുള്ളൊരു ക്ഷേത്രമാണ്. ഇനി നമ്മൾ നേരെ പന്തളത്തെ വെല്ലിക്കോയിക്കൽ കൊട്ടാരത്തിൻ്റെ അവിടോട്ട് പോവാം. അവിടെ ഒരു കൊച്ചൊരു ക്ഷേത്രമുണ്ട്. തിരക്കിപ്പോൾ ആ ക്ഷേത്രം ഒരു 2 പ്രാവശ്യം തീപിടുത്തത്തിൽ കത്തി അമർന്നതാണ്. അവസാനമായിട്ട് 80-ൽ ഒരു തീപിടുത്തം ഉണ്ടായതാണ്. ഇതാണ് മണ്ണടി ഭഗവതി തേവാരം. തേവാരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ്, ക്ഷേത്ര ആരാധനയ്ക്ക് വീട്ടുകാർ ഉപയോഗിക്കുന്നത്. ഇതാണ് വേണ്ടേ ഈ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഇത് കണ്ടോ, ആ വിളക്ക് കത്തിക്കാൻ ആ തകട അടിച്ചേക്കുന്നേ. അതിൻ്റെ ഉള്ളിലായിട്ട് മലയാളത്തിൽ, സംസ്കൃതമാണ് അത്, മലയാളത്തിൽ ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ചരിത്രങ്ങളും കുറിച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട കണ്ടോ, കംപ്ലീറ്റ് ചരിത്രങ്ങളും ഇതിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മലയാളം വായിക്കാം, പക്ഷേ അർത്ഥം അറിയാനെ കൊണ്ട് ഒരുമാതിരിപ്പെട്ടവർക്ക് പറ്റത്തില്ല. കാര്യം സംസ്കൃതം മലയാളത്തിൽ എഴുതിയേക്കുക. ഇതുവഴിയാണ് തിരുവാഭരണം വന്ന് ഇറങ്ങി പോകുന്നത്. ഇതാണ് വെല്ലിക്കോയിക്കൽ കൊട്ടാരം. കൊട്ടാരം കാണുമ്പോൾ ഒരു ജീർണിച്ച ഒരു അവസ്ഥയാണ്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ തമ്പുരാട്ടിയോട് ചോദിച്ചു. തമ്പുരാട്ടി പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു തന്നു. ഇതാണ് അയ്യപ്പസ്വാമി കുളിച്ച കുളം. സ്വാമിയേ.